നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ ഓരോ പാഠഭാഗങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠമായ രൂരു എന്ന കഥ നോക്കാം. യഹ് ഏക് കഹാനി ഹെ, ഒരു കഥയാണിത്. എഴുതിയതാരാണെന്ന് നോക്കൂ, പാരോ ആനന്ദ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കാം. യേ കഹാനി കിസ്കി ലിഖി ഹെ, കഹാനി കെ രചയിതാ കോൻ ഹെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എഴുതിയ ആളിൻ്റെ പേര് പറയണം. പാരോ ആനന്ദ്. ഇനി പാഠം നോക്കിയാലോ. രൂരു കങ്കാരു കാ ബച്ചാ ഥാ. രൂരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. രൂരു എന്നത് വിളിപ്പേരാണ് കേട്ടോ. കങ്കാരു കെ ബച്ചോങ്കോ ജോയ്സ് കഹത്തെ ഹെ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ ജോയ്സ് എന്നാണ് ഹിന്ദിയിൽ പറയുക. വൈസേ ഹി ജൈസേ കുത്തേക്കെ ബച്ചേക്കോ പില്ല. കുത്തേക്കെ ബച്ചേക്കോ പട്ടിക്കുഞ്ഞുങ്ങളെ പില്ല എന്ന് പറയുന്നത് പോലെ ബില്ലിക്കെ ബച്ചേക്കോ ബിലൗട്ട കഹത്തെ ഹെ. പൂച്ചക്കുഞ്ഞുങ്ങളെ ബിലൗട്ട എന്ന് പറയുന്നത് പോലെ കങ്കാരു കെ ബച്ചേക്കോ ജോയ്സ് കഹത്തെ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ ജോയ്സ് എന്ന് പറയുന്നു. ഈ പാഠഭാഗത്തു നിന്ന് ഏതെല്ലാം ചോദ്യങ്ങൾ വരുമെന്ന് നോക്കാം. ആദ്യമേ തന്നെ പറഞ്ഞു, ഇസ് കഹാനിക്ക് രചയിതാ കോൻ ഹെ. ഈ കഥ എഴുതിയതാരാണ്? പാരോ ആനന്ദ്. രൂരു കോൻ ഹെ. രൂരു ആരാണെന്ന് ചോദിക്കാം. കങ്കാരു. കങ്കാരു കെ ബച്ചേക്കോ ക്യാ കഹത്തെ ഹെ. കങ്കാരുവിൻ്റെ കുഞ്ഞുങ്ങളെ എന്തു പറയുന്നു? ജോയ്സ്. കുത്തേക്കെ ബച്ചേക്കോ ക്യാ കഹത്തെ ഹെ. പട്ടിക്കുഞ്ഞുങ്ങളെ എന്താണ് പറയുക? പില്ല. ബില്ലിക്കെ ബച്ചേക്കോ ക്യാ കഹത്തെ ഹെ. പൂച്ചക്കുഞ്ഞുങ്ങളെ എന്താ പറയുക? ബിലൗട്ട. ഇത് തന്നെ ചേരുംപടി ചേർക്കാൻ വരാം. മാച്ച് ദി ഫോളോയിങ്. ഒരു വശത്ത് കങ്കാരു, ബില്ലി, കുത്ത. മറുവശത്ത് ജോയ്സ്, ബിലൗട്ട, പില്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? ഇനി പാഠത്തിൻ്റെ ബാക്കി നോക്കിയാലോ. ഉസ്കി അമ്മി ഉസെ രൂരു ബുലാത്തി ഥി. അവൻ്റെ അമ്മ അവനെ രൂരു എന്നായിരുന്നു വിളിച്ചിരുന്നത്. ക്യോങ്കി വഹ് ഹമേശ റോത്താ രഹത്താ ഥാ. കാരണം എന്താണ്? അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. രോ ക്യോം രഹേ ഹോ. നീ എന്തിനാ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മ വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അക്കേല അക്കേല ലഗ്താ ഹെ ബേട്ട. നീ ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നുണ്ടോ മോനെ? അക്കേല ഒറ്റയ്ക്ക്. ജേബ് സേ ഏക് ബാരീക് സി ആവാസായി. പോക്കറ്റിൽ നിന്നും ഒരു നേർത്ത ശബ്ദം വന്നു. ഇവിടെ പോക്കറ്റ് എന്ന് പറയുന്നത് കങ്കാരുവിൻ്റെ സഞ്ചിയാണ്. ഹാ മേരാ കോയി ദോസ്ത് നഹി. അതെ, എനിക്ക് ഒരു കൂട്ടുകാരുമില്ല. ഇവിടെ ഏതൊക്കെ ചോദ്യം വരാമെന്ന് നോക്കാം. കങ്കാരു കി മാം ഉസേ രൂരു ബുലാത്തി ഥി. ക്യോ. എന്തുകൊണ്ടാണ് കങ്കാരുവിൻ്റെ അമ്മ അവനെ രൂരു എന്ന് വിളിച്ചത്? ഓ ഹമേശ റോത്താ രഹത്താ ഥാ. അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലിയെ ഉസ്കി മാം ഉസേ രൂരു ബുലാത്തി ഥി. രൂരു ഹമേശ രോത്തി രഹത്തി ഥി. ക്യോ. എന്തുകൊണ്ടാണ് രൂരു എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്? വഹ് മാംകി ജേബുമേ ഹമേശ അക്കേല രഹത്താ ഥാ. അവൻ അമ്മയുടെ പോക്കറ്റിൽ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. ഉസ്കെ കോയി ദോസ്ത് നഹി. അവന് ഒരു കൂട്ടുകാരനുമില്ല. ഇസ്ലിയെ വഹ് ഹമേശ റോത്താ രഹത്താ ഥാ. അതുകൊണ്ട് അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നു. ഇനി പാഠത്തിൻ്റെ ബാക്കി നോക്കിയാലോ. അമ്മി ഖുഷി സേ കൂദിനെ ഫാന്തിനെ ലഗി. അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. തോ ഇസ്ലിയെ ഉദാസ് രഹത്താ ഥാ മേരാ ബച്ച. അപ്പോ അതുകൊണ്ടാണോ നീ വിഷമിച്ചിരുന്നത്? വോ ദേർ തക് കൂദ്തി ഹി രഹി. അമ്മ വളരെ നേരം തുള്ളിച്ചാടിക്കൊണ്ടേയിരുന്നു തൻ്റെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കാനായി. രൂരു അബ് ടൈം ആഗയാ ബച്ച. രൂരു ഇനി സമയമായി മോനെ. അമ്മി കി ഗോദ് സേ നികലോ ഔർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ. അമ്മയുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങൂ,
എന്നിട്ട് കൂട്ടുകാരെ കണ്ടെത്തൂ. രൂരുനെ थोड़ा डरते हुए छिचकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. രൂരു അല്പം പേടിച്ച് മടിച്ച് അമ്മയുടെ പോക്കറ്റിൽ നിന്നും തല പുറത്തേക്കിട്ടു. ദുനിയ കിത്നി ബഡി ഥി, ഈ ലോകം എത്ര വലുതായിരുന്നു. കിത്നി സുന്ദർ, കിത്നെ സാരെ രംഗ് ആവാസേം, എത്ര സുന്ദരം, എത്ര നിറങ്ങൾ, എത്ര ശബ്ദങ്ങൾ. കിത്നി ഖുഷ്ബു, എത്ര സുഗന്ധം. ഇവിടെ പുസ്തകത്തിൽ തന്നെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ജബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ രൂരുനെ ക്യാ ക്യാ ദേഖേ ഹോങ്കെ. പോക്കറ്റിൽ നിന്നും തല പുറത്തേക്കിടുമ്പോൾ രൂരു എന്തൊക്കെ കണ്ടു കാണും? നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതണം. ഒന്ന് നോക്കിയാലോ, എന്തൊക്കെ കണ്ടു കാണും? പേട് പൗധേ, അനേക ജാൻവർ, സാമ്പ്, അനേക ചിടിയ, ഫൂൽ. ഇനി നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് എഴുതണം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ അമ്മയും രൂരുവും തമ്മിലുള്ള സംഭാഷണവും ചോദിച്ചേക്കാം. പർ രൂരു സഹം ഗയ. ഇത്രയൊക്കെ കണ്ടെങ്കിലും രൂരു ഒന്ന് മടിച്ചു. ഇത്നി ബഡി ദുനിയാ ഥി ബാഹർ, ഇത്രയും വലിയ ലോകമായിരുന്നോ വെളിയിൽ. അമ്മി കങ്കാരു തോടി ദേർത്തോ സബ്ര കിയേ രഹി. അമ്മ കങ്കാരു കുറച്ചു നേരം ക്ഷമിച്ചു നിന്നു. ഫിർ ഹൽക്കെ സെ ധപക്കി ദി. പിന്നീട് വളരെ മൃദുവായി കുഞ്ഞിൻ്റെ തോളിൽ തട്ടി. ഫിർ രൂരു കോ ഖുദ് ജേബ് സെ നിക്കൽനെ കി കോശിഷ് കർത്തെ ദേഖ്നെ ലഗി. പിന്നെ രൂരു സ്വയം പോക്കറ്റിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നത് കണ്ടു. ആഖിർ, അവസാനം. രൂരു ജേബ് സെ ബാഹർ നിക്കല. രൂരു പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നീച്ചി ടഹനി പർ ഏക് ചിടിയ ഗാനാ ഗാ രഹി ഥി. താഴെയുള്ള ചില്ലയിൽ ഒരു പക്ഷി പാട്ട് പാടുകയായിരുന്നു. രൂരുനെ ചിടിയാസെ പൂച്ഛന ചാഹ कि क्या उसे और गाने भी आते हैं. രൂരു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, എന്താണ്, നിനക്ക് വേറെയും പാട്ടുകൾ അറിയാമോ? ക്യാ വോ ഉസെ ഗാന സിഖാദേഗി. തന്നെ പാട്ട് പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ ആഗ്രഹിച്ചു. പർ ചിടിയ ഉടുക്കർ ദൂസരെ പേടുക്കർ ബൈഠ് ഗയി. പക്ഷെ അപ്പോഴേക്കും പക്ഷി പറന്ന് വേറൊരു മരത്തിൽ കയറി ഇരിപ്പായി. രുക്കോ രുക്കോ ജാവോ മത്. നിൽക്കൂ നിൽക്കൂ, പോകല്ലേ. ചിടിയാക്കെ പീछे കൂതുത്താ ഹുവ രൂരുനെ ചില്ലായ. പക്ഷിയുടെ പിറകെ ചാടിക്കൊണ്ട് രൂരു ഉറക്ക വിളിച്ചു പറഞ്ഞു. ചിടിയാ ബോലി മേം രുക്ന ഹി സക്തി. അപ്പോൾ പക്ഷി പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബഹുത് ബുരാ ഹോ ഗയാ ഹെ. ഒരു പ്രശ്നമുണ്ടായി. ബുര എന്ന വാക്കിൻ്റെ അർത്ഥം ചീത്ത എന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് തന്നെ എടുക്കണം. ക്യാ ബുരാ ഹുവ, എന്ത് പ്രശ്നമുണ്ടായി? പിछली രാത് ഭയാനക് തൂഫാനായ ഥ. കഴിഞ്ഞ രാത്രി ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായിരുന്നു. മേരാ ഖോൻസല ബിഖർ ഗയാ ഹെ. എൻ്റെ കൂട് ചിന്നി ചിതറിപ്പോയി. ഖോൻസല കൂട്. കഹീം മേരെ ബെച്ചെ ഗിർ ന ജായും. എൻ്റെ കുഞ്ഞുങ്ങൾ വീണു പോകരുത്. മേം ഗാന നഹി ഗാ രഹി ഥി. ഞാൻ പാട്ട് പാടുകയല്ലായിരുന്നു. അപ്പനെ സാഥിക്കോ ബുലാ രഹി ഥി. എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയായിരുന്നു. വോ ആജായേത്തോ ഹം മിൽക്കർ ജൽദി ജൽദി ഖോംസല ടീക്ക് കർലേ. അവൻ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൂട് ശരിയാക്കണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. സാഥിക്കോ ബുലാന ഔർ മിൽക്കർ ഖോംസല ബനാന. സുഹൃത്തിനെ വിളിക്കുക, ഒരുമിച്ച് കൂടുണ്ടാക്കുക. യഹിം ചിടിയ കാ കോൺസാ മനോഭാവ പ്രകട ഹോത്താ ഹെ. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്? പക്ഷികൾ സാമൂഹിക ജീവികളാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ ഒരുമിച്ച് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ചിടിയ സാമാജിക് ജീവ് ഹെ. വേ കിസി संकट आने पर आपस में सहायता करते हैं. यही मनोभाव यहाँ प्रकट होते हैं. इनी पाठभागം നോക്കിയാലോ. രൂരു ചിടിയ के साथ चल पड़ा.
രൂരു ആ പക്ഷിയോടൊപ്പം പുറപ്പെട്ടു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ ഥേ. കുഞ്ഞുങ്ങൾ തറയിൽ വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ രോയി. ആ പക്ഷി ഉറക്കെ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാഥി ഉടുത്താ ഹുവാ ആയ. അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ, ആ അമ്മ പക്ഷിയുടെ ശബ്ദം കേട്ടപ്പോൾ അതിൻ്റെ സുഹൃത്ത് പറന്നു വന്നു. ഉൻ ദോനോങ്കോ ഉദാസ് ദേഖ് രൂരു കോ ഏക്ക് ഖയാലായ. അവരുടെ രണ്ടുപേരുടെയും ഉദാസീനത, ദുഃഖം കണ്ടപ്പോൾ രൂരുവിന് ഒരു ചിന്ത വന്നു. മുझे ഏക് ജഗഹ് മാലൂം ഹേ. എനിക്ക് ഒരു സ്ഥലം അറിയാം. ജബ് തക് ബച്ചെ ഉടനെ ലായക് നഹി ഹോ ജാത്തെ വേ ആരാം സെ വഹിം രഹ് സക്തെ ഹെ. ഈ കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റുന്ന സമയം വരെ അവിടെ താമസിക്കാം. നിങ്ങൾക്ക് ഊഹിക്കാമോ ആ സ്ഥലം ഏതാണെന്ന്? അതെ, രൂരുവിൻ്റെ അമ്മയുടെ വയർ. യഹാ രൂരു കെ ചരിത്ര കി കോൺ സി വിശേഷത പ്രകട് ഹോത്തി ഹെ. പുസ്തകത്തിലെ ചോദ്യമാണ്. ഇവിടെ രൂരുവിൻ്റെ എന്ത് പ്രത്യേക സ്വഭാവമാണ് നമുക്ക് മനസ്സിലാകുന്നത്? അതെ, ദൂസരോं की സഹായത करने का മനോഭാവം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം. ഫിർ ക്യാ ഥാ. പിന്നെ എന്തായിരുന്നു? രൂരു की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम മുലായം ജേബ് മേ രഖ് ലിയ. രൂരുവിൻ്റെ സഹായത്തോടെ അമ്മി മെല്ലെ മെല്ലെ കുഞ്ഞുങ്ങളെയെല്ലാം തൻ്റെ നരം മുലായം ജേബ് മേ. നരം മുലായം രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ്. മൃദുവായ, സോഫ്റ്റായ. തൻ്റെ മൃദുവായ പോക്കറ്റിലേക്ക് വെച്ചു. വഹാ മുനെ കോയി ഖതര നഹി ഥ. അവിടെ അവയ്ക്ക് ഒരപകടവും ഉണ്ടായിരുന്നില്ല. ചിടിയാം ഖുഷി സെ ഗാനെ ലഗി. ആ പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ഉനോംനെ രൂരു കോ ഭി ഗാന സിഖാ ദിയ. അവർ രൂരുവിനെയും പാട്ട് പാടാൻ പഠിപ്പിച്ചു. ഉസ് രാത് രൂരു അഹിസ്ത സെ സംഭൽ കർ അമ്മി കി ജേബ് മേ ഘുസ. ആ രാത്രി രൂരു തൻ്റെ അമ്മയുടെ പോക്കറ്റിലേക്ക് മെല്ലെ, വളരെ ശ്രദ്ധിച്ചാണ് കയറിയത്. എന്തായിരിക്കാം കാരണം? അതെ, ആ പക്ഷിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ സഞ്ചിയിലുണ്ടായിരുന്നു. വഹ് ചിടിയോങ്കി ബഗൽമേ ദുബക് ഗയ. അവൻ പക്ഷിക്കുഞ്ഞുങ്ങളുടെ സൈഡിലായിട്ട് ഒരരികിലായി ഒതുങ്ങിയിരുന്നു. അബ് വോ അകേല നഹി ഥ. അപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠം ഇഷ്ടപ്പെട്ടോ? ഇത് മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.